ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ തിരുവനന്തപുരം പാളയം മുതൽ കിഴക്കേക്കോട്ട് വരെ രാത്രി 7 മണിക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ടൂ വീലറിൽ പോകുമ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വെയർ ഹെൽമെറ്റ്. ഓക്കെ. നമ്മുടെ പബ്ലിക് ലൈബ്രറി കഴിഞ്ഞത് ആർട്സ് കോളേജിൽ നൈറ്റ് എന്തൊക്കെയോ ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആർട്സ് കോളേജിൽ ഈ സന്ധ്യാസമയത്ത് വരുമ്പോൾ നമുക്ക് ലൈറ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് ഈ സന്ധ്യാസമയം ആണെങ്കിലും നല്ല റോഡിൽ സാമാന്യം നല്ല തിരക്കാണ്. ആ തിരക്കും ട്രാഫിക്കും സിഗ്നലും എല്ലാം ഉണ്ട്. ഇപ്പോൾ ആ ബിൽഡിങ്, ആ വലുതായിട്ട് കണ്ട ബിൽഡിങ് കല്യാൺ സിൽക്സിൻ്റെ ഒരു വലിയൊരു ഷോറൂമാണ്. അതിൻ്റെ കല്യാൺ ഇത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുന്നത് ഈ നമ്മുടെ നഗരത്തിലുള്ള ഏറ്റവും നല്ലൊരു അട്രാക്ഷനാണ് നമ്മുടെ പാളയം പള്ളി എന്ന് പറയുന്നത്. കണ്ടോ, ഇത് പാളയം പള്ളി. ഈ പാളയം പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഉണ്ട്. ഈ പാളയം പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ആ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ മുസ്ലിം പള്ളിയുള്ളത്. അതും വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബിൽഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീ വിനായക ക്ഷേത്രം, കണ്ടോ ആ ക്ഷേത്രം. അപ്പോൾ ഈ പള്ളിയും മോസ്കും ഈ ക്ഷേത്രമൊക്കെ ഏകദേശം അടുത്തടുത്താണ് വരുന്നത്. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഷോപ്പെല്ലാം ഈ സന്ധ്യാസമയത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് AG's ഓഫീസാണ്. ഈ AG's ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. AG's ഓഫീസിൻ്റെ കോമ്പൗണ്ടും ആ ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്, നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിൽ സന്ധ്യാസമയത്തും അവിടെ സ്ട്രൈക്കൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ഒരു സമരവും ഈ മുദ്രാവാക്യം മുഴക്കലൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പം ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ പ്രകാശത്തിൽ കുളിച്ചിങ്ങനെ നിൽപ്പുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരിക്കലും ഈ സമരപന്തലുകൾക്ക് ഒരു ഒഴിവും കാണില്ല. അതാണ് മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആ സമരപന്തലുകളൊക്കെ അതിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആദ്യം ഒരു എൻട്രൻസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ പുറത്തേക്കുള്ള ഡോറ്. അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഷോപ്പുകൾ തുടങ്ങുകയാണ്. അവിടെ ഒരു പുളിമൂട് സിൽക്സ് എന്നും പറഞ്ഞിട്ടൊരു സിൽക്സ് ഉണ്ടായിരുന്നു. അത് അടച്ചുപോയി. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് വലിയൊരു ടെക്സ്റ്റൈൽസ് ആയിരുന്നു. അത് ഇപ്പോൾ പൂട്ടി, ഇപ്പോൾ ക്ലോസ് ചെയ്ത് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ വേറെ എന്തോ വരാൻ പോകുന്നു. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 7-7:30 മണി സമയം ആണെങ്കിലും ഷോപ്പുകളിലൊക്കെ സാമാന്യം നല്ല തിരക്കുണ്ട്. റോഡിലും അതുപോലെ തന്നെയാണ്. കടകളൊക്കെ എല്ലാം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഷോപ്പുകളാണ്. മാക്സ്, പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ, അതെല്ലാം ഉണ്ട്. പാർക്കിംഗ്. ഇത് ഇപ്പം നമ്മൾ കാണുന്നത് ഗവൺമെൻറ് ആയുർവേദ കോളേജും ഹോസ്പിറ്റലാണ്. അതിൻ്റെ മുമ്പിൽ പഴയ ബുക്ക് വിൽക്കുന്ന സ്റ്റാളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതാണ് ഗവൺമെൻറ് ആയുർവേദ കോളേജും ഹോസ്പിറ്റലും. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ്. അവിടെ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കണ്ടോ, പോത്തീസിൻ്റെ സ്വർണ്ണമഹാളുണ്ട്. ഈ സ്വർണ്ണമഹാൾ നമ്മൾ പാളയത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ സ്വർണ്ണമഹാൾ ലെഫ്റ്റ് സൈഡിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഭീമ ജ്വല്ലറി ഉണ്ട്. ഭീമ ജ്വല്ലറിയുടെ തൊട്ടടുത്ത് പോത്തീസിൻ്റെ ഈ ഷോപ്പിംഗ്, അതായത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്. സൂപ്പർ മാർക്കറ്റുണ്ട്, പിന്നെ വസ്ത്രങ്ങളുണ്ട്. അതെല്ലാം പോത്തീസിൻ്റെ 2 ബിൽഡിങ്ങും അടുത്തടുത്താണ്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ വീണ്ടും ഷോപ്പുകളാണ്. 2 സൈഡിലും മനോഹരമായ ഷോപ്പുകൾ. നമ്മുടെ ഓണം ടൈം ആണെങ്കിൽ നല്ല അലങ്കരിച്ച്, ഈ സമയത്തൊന്നും ലൈറ്റ് ഒന്നും എടുക്കില്ല, നല്ല അലങ്കരിച്ചിട്ടിരിക്കും. ഓണം കഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകുമ്പോഴേ ഈ അലങ്കാരങ്ങളൊക്കെ മാറ്റുള്ളൂ. ഇതാണ് പാളയം മുതൽ നമ്മുടെ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലം വരെയുള്ള ദൃശ്യങ്ങൾ.
അപ്പോൾ നമ്മുടെ ഈ ആയുർവേദ കോളേജ് കഴിഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും പിന്നെ മെയിൻ ബസ് സ്റ്റാൻഡും ഉണ്ട്. അതിൻ്റെ നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള നമുക്കൊക്കെ അത് സുപരിചിതമാണ്. ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുന്നെങ്കിൽ ഒരു ചെറിയൊരു നൈറ്റ് ട്രാവൽ ചെയ്താൽ നന്നായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.